ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ ശ്രീ എം നൌഷാദ് നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സെർച്ച് ചെയ്യാനുള്ള ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. നിയർലി 110 മീറ്റർ സെർച്ച് ചെയ്ത് കഴിഞ്ഞു. ഇരുവശങ്ങളിൽ നിന്നും, അതായത് ചൈത്ര ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇതിൻ്റെ പടിഞ്ഞാറേ ഗേറ്റിൽ നിന്നുള്ള സെർച്ചിങ് കഴിഞ്ഞു. ഇനി ചെയ്യുന്നത് ഈ കൂടുതൽ വേസ്റ്റ് അടിഞ്ഞു കൂടിയ ഭാഗത്തു നിന്നും നല്ല ശക്തിയായിട്ട് വെള്ളം പമ്പ് ചെയ്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂട്ടി കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകൾ ഒഴുക്കിക്കളയാനുള്ള ശ്രമം നടത്തുകയാണ്. ചിലപ്പോൾ വാട്ടർ അതോറിറ്റി ഒരു 5 ലക്ഷം ലിറ്റർ ടാങ്കിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്ക് വെള്ളയമ്പലത്തുണ്ട്. അതിലെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്ന സംവിധാനം ചിലപ്പോൾ ഇപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒഴുക്ക് കൂട്ടി ചിലപ്പോൾ ഈ വേസ്റ്റ് എല്ലാം കൂടെ ഒഴുകുമ്പോൾ അതിൽ ഈ പറയുന്ന ആൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ഈ എൻഡിൽ എന്താ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ എൻഡിൽ നമ്മുടെ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ ഇറിഗേഷൻ്റെയും ഹൈ കപ്പാസിറ്റി പമ്പ് വെച്ച് വെള്ളം നല്ല ശക്തിയായിട്ട് പമ്പ് ചെയ്ത് ഒഴുക്ക് ശക്തിപ്പെടുത്തുകയാണ്. സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം തന്നെ ഈ വേസ്റ്റും ഒഴുകിപ്പോകും. അങ്ങനെ വരുമ്പോൾ കുറച്ച് ശക്തമായിട്ട് ഒഴുക്കിൽ ഈ പറയുന്ന വേസ്റ്റുകൾ ഒഴുകി വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറേ, ഈ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് നമ്മൾ കണ്ടത് ഇത്തരം ഒരു അനുഭവം മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയായിരിക്കാം, ഇങ്ങനൊരു ടണലിൻ്റെ അടിയിൽ. അപ്പോൾ ചിലപ്പോൾ ഓരോന്നും നമ്മുടെ പരീക്ഷണങ്ങൾ കൂടിയായിരിക്കും, അല്ലേ? മറ്റൊരു മാർഗ്ഗമില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള സംഭവം നമ്മൾ ഫീൽ ചെയ്യുന്നത്. സാധാരണ ഒരു ചെറിയൊരു കുഴികളിൽ പെടുകയോ അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള ഓടകളിൽ പെടുകയോ ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, ഇതൊരു റിവർ പോലെ തന്നെയാണ്, ഇത് ഒരു തോട് തന്നെയാണ് ഇത്രയും ലെങ്തി ആയിട്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധ്യമായതെല്ലാം തന്നെ നിങ്ങൾ കണ്ടതാണ് ജീവനക്കാരുടെ ഈ വെള്ളത്തിൻ്റെ അവസ്ഥ. പക്ഷേ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. സാർ, ഇതിനകത്ത് ഈ മാലിന്യത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് ഇറങ്ങിയവർ പറയുന്നുണ്ടായിരുന്നു. അവർ കുറച്ചുകൂടി താങ്കളോട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണ് ആ മാലിന്യം കിടക്കുന്നത്? അവർക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണ് യഥാർത്ഥത്തിൽ? ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയില്ല. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിനെ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഞങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് പറയാനുള്ള സമയമല്ല. ഒരു ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ അതിനുള്ള രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെയാണ്. ഈ ഫോഴ്സിൽ വരും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? കൂടുതൽ മാലിന്യങ്ങളും വരും ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ? നമ്മൾ സാധ്യമായതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയതിൽ സെർച്ച് കഴിഞ്ഞു. ഇനിയുള്ളത് ഇങ്ങനെ ഒരു പോസിബിലിറ്റിയാണ്. അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.